ദിലീപിന് എന്തുകൊണ്ടായിരിക്കാം അത് ഞാനല്ല എന്ന് പറയേണ്ടി വന്നത്? അത് വളരെ സിമ്പിളാണ്. കാരണം നമ്മൾ പിന്നെ ഒരു യുവ നടൻ അല്ലെങ്കിൽ ആലുവ കേന്ദ്രീകരിച്ച ഒരു യുവ നടൻ എന്ന് നമ്മളിങ്ങനെ വളരെ ഗോപ്യമായിട്ട് പറയുമ്പോൾ വ്യക്തമായിട്ട് അയാളുടെ ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരണം നടത്തുന്നു, വാട്സപ്പിലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഈ ഫോട്ടോ ഇട്ടിട്ട്. ഇയാൾ എന്റെ സുഹൃത്തേ അല്ല എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേറെ ആരുടെയോ ഫോട്ടോ ആണ്, യഥാർത്ഥത്തിൽ സുനിയുടെ ഫോട്ടോ അല്ല. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇട്ടിട്ട് ടാർഗറ്റാണ് അത് എനിക്കെതിരെയാണ് എന്ന് മനസ്സിലായപ്പോൾ അത് ഞാനല്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ ഒരിക്കലും ആരെയും സേവ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതല്ല. ഞാൻ ആഗ്രഹിക്കുന്നു ദൈവമേ നമ്മുടെ വീട്ടിലുള്ള ഒരാളായിരിക്കരുതേ എന്ന ആഗ്രഹത്തിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഒരു നിലപാടുകളെ കുറിച്ച് നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ നടിയെ ആക്രമിച്ച സമയത്തുണ്ടായിരുന്ന ഒരു ഇന്റർവ്യൂവിലെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. അതായത് അത് ദിലീപ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംസാരമാണ് ഭാഗ്യലക്ഷ്മിക്ക് ഫസ്റ്റ് തോന്നിയിരുന്നത്. പിന്നെ എങ്ങനെയാണ് ഭാഗ്യലക്ഷ്മി പെട്ടെന്ന് തന്നെ ദിലീപിലേക്ക് ഈ കേസ് മാറുന്നത്? പൾസർ സുനി പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണോ, അതോ എങ്ങനെയാണ് ദിലീപിലേക്ക് ഭാഗ്യലക്ഷ്മിയുടെ ആ ഒരു എന്താ പറയുന്ന ആ ഭാഗ്യലക്ഷ്മി എന്നെ അന്വേഷിച്ച കേസിൽ ഭാഗ്യലക്ഷ്മി എങ്ങനെയാണ് ദിലീപിനെ കുറ്റവാളിയായിട്ട് കണ്ടു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട കുറേ കാര്യമാണ്. കാരണം ഭാഗ്യലക്ഷ്മിയുടെ ഫസ്റ്റത്തെ കുറേ ഇന്റർവ്യൂകളൊക്കെ നമ്മൾ ഫസ്റ്റ് നോക്കിയാൽ മതി. അതിനകത്തൊക്കെ ദിലീപ് ആകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറയും, അല്ലെങ്കിൽ ആ ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട്. കാരണം മോഹൻലാൽ ഒരു പ്രാവശ്യം പറയുന്നുണ്ട് അവൾക്കൊപ്പമാണ്, അതായത് ദിലീപിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന, ദിലീപ് ചെയ്തെന്ന് ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു അവന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് മോഹൻലാലിനെ കളിയാക്കുകയൊക്കെ ചെയ്തിരുന്നു സ്ത്രീ. പക്ഷേ ഇപ്പം ഫസ്റ്റത്തെ ഇന്റർവ്യൂകളിൽ ഇവരും പറയുന്നത് എന്താ, തൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാകരുതേ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നല്ലേ. നിലപാടുകൾ എന്ന് പറഞ്ഞ സാധനങ്ങൾ ഞാൻ പറഞ്ഞില്ല, അവസരങ്ങൾക്ക് ഇവർ ഞാൻ പറഞ്ഞില്ല ഭാഗ്യലക്ഷ്മി ആയും തൊട്ടേ ഫെമിനുകൾക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. ഭാഗ്യലക്ഷ്മി വേറെ ഏതെങ്കിലും ഒരു ഇരയാക്കപ്പെട്ട സ്ത്രീക്ക് വേണ്ടി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരേ ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രമാണ് ഭാഗ്യലക്ഷ്മി സംസാരിക്കുന്നത്. കാരണം ഈ ഒരു ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന ഭാഗ്യലക്ഷ്മി സ്വന്തമായിട്ട് അറിയാം. ഭാഗ്യലക്ഷ്മിയുടെ ഒക്കെ ആ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട്, നടി ഭാഗ്യലക്ഷ്മിയോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കാരണം ദിലീപ് ആണെന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഊഹാപോഹം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. നടനിലേക്ക് ഈ അന്വേഷണങ്ങളെല്ലാം കേന്ദ്രീകരിക്കപ്പെടുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ആ തരത്തിലുള്ള കഥകളെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കുന്ന എന്തെങ്കിലും സൂചനകൾ ഇരയാക്കപ്പെട്ട നടി താങ്കൾക്ക് നൽകിയോ? ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ അങ്ങനെ വിശ്വസിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. കാരണം എന്നെ ആ കുട്ടി ഓപ്പൺ ആയിട്ടുണ്ട്, എന്നെ സിനിമയിൽ നിന്ന് ഒരുപാട് ഒഴിവാക്കിയിട്ടുണ്ട്. അത് പറഞ്ഞു എന്നെ ഒരുപാട് സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതേ ചൊല്ലി പലയിടങ്ങളിലും സംസാരം നടന്നിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ കൂട്ടുനിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ടോ, ആ നടിയും ഭാഗ്യലക്ഷ്മിയുടെ ആദ്യം സൂചിപ്പിച്ച ഇങ്ങനെയാണ്, അതായത് ഞാൻ ദിലീപാണ് തന്നെ ഉപദ്രവിച്ചെന്ന് വിശ്വസിക്കുന്നതില്ല, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ അവസരങ്ങൾ ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഈ ഒരു കൃത്യം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എനിക്കറിയാവുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, ആ ഫസ്റ്റ് കാലങ്ങളിലെല്ലാം ഇവർ ഒരുമിച്ച് അഭിനയിച്ചുകൊണ്ടിരുന്ന ഈ കാലഘട്ടങ്ങളിലെല്ലാം അഭിനയിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുന്ന ആ ദിലീപ് എന്ന് പറഞ്ഞ ആൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് വ്യക്തിപരമായിട്ട് നടി തന്നെ പറയുന്നത്. കാരണം നടി ഒരിക്കൽ പോലും ദിലീപിനെതിരെ സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. കാരണം നടി എപ്പോഴും അവർ ആ കറക്റ്റായിട്ടുള്ള ലീഗലായിട്ടുള്ള രീതിയിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. കാരണം നടിയോട് എനിക്ക് ബഹുമാനം മാത്രമേ ഉള്ളൂ. കാരണം അവർ കറക്റ്റായിട്ട് രീതിയിൽ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. കാരണം അവരുടെ ഒപ്പം നിൽക്കുന്ന ഈ ഭൂതപടങ്ങൾ മാത്രമാണ് വെളിയിറങ്ങി വന്നിരിക്കുന്നത് സംസാരിക്കുന്നത്. കാരണം അവരെ നെഗറ്റിവിറ്റിയിലേക്ക് പരമാവധി കൊണ്ടെത്തിക്കുന്ന ഫസ്റ്റ് പേരുകളിൽ ഒന്നാണ് ഭാഗ്യലക്ഷ്മി. കാരണം ഭാഗ്യലക്ഷ്മി അതിൻ്റെ ഫസ്റ്റ് അത് അതിനകത്ത് പറയുകയാണ് TV ഓഫ് ചെയ്ത് വെക്കണം. കാരണം ഇനി 7-ാം പ്രതിക്ക് ശിക്ഷയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇനി നമുക്ക് TV ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ TV ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറിയിരിക്കാം, 8-ാം പ്രതിക്ക് ശിക്ഷ കിട്ടത്തില്ല. അത് വെളിയിറങ്ങിയിട്ട് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം പറയുന്നത് എന്താ വെച്ചാൽ ഇതൊക്കെയാണ് കോടതി, പൈസ ഉള്ളവൻ്റെ കൂടെ കോടതി നിൽക്കുമെന്ന് പറഞ്ഞിട്ട് വെളി കുറച്ച് കഴിയാൻ നേരത്ത് അത് മാറ്റിയിട്ട് പറയുന്നത് ഇനി കീഴ്ക്കോടതി മാത്രമല്ല മേൽക്കോടതികളുമുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ അറിയാം, ആദ്യം തന്നെ തീരുമാനിച്ചാൽ പോരെ. 7-ാം പ്രതിക്ക് ശിക്ഷയില്ല, 8-ാം പ്രതിക്ക് ശിക്ഷയില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സുകൊണ്ട് വിചാരിക്കേണ്ടത് എനിക്ക് ഫൈറ്റ് ചെയ്യാം, ഞാൻ പുറത്ത് പോയിട്ട്, അല്ലെങ്കിൽ കോടതികൾ ഇനിയും ഉണ്ട്, ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ധാരണ വേണമല്ലോ. അപ്പം ഇവർക്ക് തന്നെ അറിയാം, വ്യക്തിപരമായിട്ട് അറിയാം. കാരണം കീഴ്ക്കോടതിയുടെ വിധി എന്ന് പറയുന്നതും മേൽക്കോടതിയുടെ വിധി എന്ന് പറയുന്നതും അവർ തെളിവുകൾ വെച്ച് മാത്രമാണ് അവർ മുന്നോട്ട് ആ ഒരു വിധിയെ അവർ എന്താ പറയുക വെളിയിലോട്ട് സ്പ്രെഡ് ചെയ്യുന്നത്. അതായത് ആ വിധിയെ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അവർ ആ തെളിവുകളുടെ അഭാവത്തിൽ അത് ചെയ്യില്ല. ദിലീപിനെ ഇനി കുറ്റവാളിയാക്കണമെങ്കിലും ശക്തമായിട്ടൊരു തെളിവ് വേണം. ദിലീപ് ചെയ്തു എന്നുള്ളതിൻ്റെ ഈ തെളിവ് കൊണ്ടാണ് അവിടെ ചെല്ലുന്നതെങ്കിൽ ഇവരത് തുറന്നു പോലും നോക്കിയാല.